ഓം നമോ ഭഗവതേ വാസുദേവായ. 141 ഭ്രാജിഷ്ണുഹു. ഭ്രാജതേ എന്നാൽ പ്രകാശിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഭ്രാജിഷ്ണുഹു എന്ന് വെച്ചാൽ പ്രകാശം തൻ്റെ സ്വരൂപമായിട്ടുള്ളവൻ, പ്രകാശസ്വരൂപൻ എന്ന് അർത്ഥം. 142 ഭോജനം. ഇവിടെ മായാപ്രകൃതി പുരുഷനാൽ ഭുജിക്കപ്പെടുന്നു. അതായത് ആ മായാപ്രകൃതി ആ പുരുഷനിലേക്ക് ലയിക്കുന്നു. സംഹാരകാലത്ത്, പ്രളയകാലത്ത് ലയിക്കുന്നു. അപ്പോൾ പുരുഷനാൽ ഭുജിക്കപ്പെടുന്നത് പോലെ ഇവിടെ മായയാണ് ഭോജനമായി തീരുന്നത്. എന്നാൽ മായ എന്നത് ആ പുരുഷൻ്റെ തന്നെ ഒരു പ്രപഞ്ചാകൃതിയാണ്. പുരുഷൻ തന്നെയാണ് മായയായിട്ട് വന്നിരിക്കുന്നത് എന്നതിനാൽ മായയും പുരുഷനും രണ്ടല്ല എന്നതുകൊണ്ട് ഇവിടെ പുരുഷനും അല്ലെങ്കിൽ ആ ഭഗവാൻ തന്നെയാണ് ഭോജനമായിരിക്കുന്ന പ്രകൃതിയായിരിക്കുന്നതും. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഭോജനം എന്നത് പ്രകൃതിയാണ്, പുരുഷന്റെ ഭോജനമാണ് പ്രകൃതി. ആ പ്രകൃതിയായിരിക്കുന്നതും ഭഗവാനാണ് എന്ന് അർത്ഥം. ഇനി 143 ഭോക്ത. അപ്പോൾ ഭോജനം പ്രകൃതിയാണെങ്കിൽ ഭുജിക്കുന്നവൻ ആരാണ്? പുരുഷൻ. അപ്പോൾ പുരുഷസ്വരൂപത്തിൽ ഭഗവാൻ ഭോക്താവാണ്. പ്രകൃതി സ്വരൂപത്തിലാകുമ്പോൾ ആ അതേ ഭഗവാൻ തന്നെ ഭോജനമായും തീരുന്നു. ഇവിടെ അഭേദം കൽപ്പിക്കുകയാണ്. രണ്ടും വേറെയല്ല, ഒന്ന് തന്നെ എന്ന് പറയാനാണ്. ഭോജനവും ഭഗവാനാണ്, ഭോജനമായി തീരുന്ന പ്രകൃതിയും ഭഗവാനാണ്, ഭുജിക്കുന്ന ഭഗവാനും ആ പുരുഷനും ഒന്ന് തന്നെ എന്ന് പറയുകയാണ്. 144 സഹിഷ്ണുഹു. ഇവിടെ ഭഗവാൻ ഏറ്റവും കൂടുതൽ എതിരിട്ടത് അസുരന്മാരോടും രാക്ഷസന്മാരോടും ആണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ രാക്ഷസന്മാരെയും സഹിക്കുന്നവൻ എന്നാൽ തോൽപ്പിക്കുന്നവൻ എന്ന് അർത്ഥം. അപ്പോൾ എല്ലാ രാക്ഷസന്മാരെയും അസുരന്മാരെയും ഒക്കെ തോൽപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ സഹിഷ്ണുഹു. 145 ജഗദാദി ജഹ. ജഹ എന്നാൽ ജനിക്കുന്നവൻ, ജഗദാദിയിൽ ജനിക്കുന്നവൻ. ജഗത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ ഹിരണ്യഗർഭരൂപത്തിലാണ് ജനിക്കുന്നത്. അങ്ങനെ ജഗത്തിൻ്റെ ആദിയിൽ ഹിരണ്യഗർഭരൂപത്തിൽ സ്വയം ജനിക്കുന്നു എന്നതിനാൽ ജഗദാദിജഹ. 146 അനഘഹ. അഘം എന്നാൽ പാപം, പാപമില്ലാത്തവൻ അനഘഹ. അതുകൊണ്ട് തന്നെ പ്രാപിക്കുന്ന ഭക്തന്മാരുടെ പാപത്തെയും ഭഗവാൻ ഇല്ലാതെയാക്കുന്നു. കാരണം ഭഗവാൻ സ്വയം പരിശുദ്ധനാണ്. 147 വിജയഃ. ഈ വിശ്വത്തെ ജയിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ വിജയഃ. 148 അത് തന്നെ മറ്റൊരു രീതിയിൽ പറയുന്നു, ജേത. എന്നും ജയിച്ചു മാത്രം ശീലമുള്ളവൻ ജേത. 149 വിശ്വയോനിഹി. വിശ്വം എന്നത് കാര്യരൂപമാണ്. ആ വിശ്വം ഉദ്ഭവിച്ചത് പുരുഷൻ എന്ന അല്ലെങ്കിൽ ശക്തിയാകുന്ന യോനിയിൽ നിന്നാണ്. അപ്പോൾ ഉറവിടവും ഭഗവാൻ തന്നെ, ആ ഉറവിടത്തിൽ നിന്ന് ജനിച്ച വിശ്വവും ഭഗവാൻ തന്നെ എന്ന അർത്ഥത്തിലാണ് ഇവിടെ വിശ്വയോനിഹി എന്ന നാമം. മുൻപ് പറഞ്ഞപ്പോൾ അർത്ഥം, അതായത് വാക്കിൻ്റെ അർത്ഥം ഒന്ന് തന്നെയായിരുന്നു, പക്ഷെ അവിടെ വിഗ്രഹത്തിലാണ് വ്യത്യാസം. വിശ്വത്തിൻ്റെ യോനിയായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അവിടെ വിശ്വയോനി. ഇവിടെ വിശ്വവും യോനിയും രണ്ടും ഭഗവാൻ തന്നെ എന്ന അർത്ഥത്തിലാണ് വിശ്വയോനിഹി. 150 പുനർവസുഹു. പുനഃ വസുഹു. പുനഃ എന്നാൽ വീണ്ടും വീണ്ടും.
ഇവിടെ ശരീരങ്ങൾ എത്രയൊക്കെ മാറി വന്നാലും ആ ശരീരത്തിലൊക്കെ വീണ്ടും വീണ്ടും ആത്മാവായിട്ട് ജീവാത്മസ്വരൂപത്തിൽ വസിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പുനർവസുഹു. ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ കാലമായിട്ട് ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ജീവാത്മാവാണ് ഇവിടെ നിന്ന് സ്വർഗാദി നരകത്തിലേക്കും സ്വർഗത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുന്നത് മറ്റൊരു ശരീരമായിട്ടാണെങ്കിലും അവിടെയും ജീവാത്മസ്വരൂപത്തിൽ ഭഗവാൻ തന്നെ വസിക്കുന്നു. അങ്ങനെ പുനഃ വീണ്ടും വീണ്ടും ഓരോ ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രമെന്നാൽ ശരീരത്തിൽ വസിക്കുന്നവൻ പുനർവസുഹു. 151 ഉപേന്ദ്രഃ, ഇന്ദ്രന്റെ അനുജനായി ജനിച്ചവൻ. വാമനാവതാരത്തിൽ ഇന്ദ്രന്റെയും അമ്മയായ അദിതിയുടെ മകനായിട്ടാണ് ഭഗവാൻ ജനിച്ചത് എന്നതിനാൽ ഇന്ദ്രന്റെ അനുജനായി തീർന്നു. അങ്ങനെ ഉപേന്ദ്രഃ എന്ന നാമം. 152 വാമനഃ, ആ അവതാരത്തിൽ ഭഗവാൻ ഉയരം കുറഞ്ഞ ഒരു ബ്രാഹ്മണകുമാരനായിട്ടാണ് ജനിച്ചത്. അപ്പോൾ വാമനഃ എന്നാൽ ആ ഒരു ഉയരം കുറഞ്ഞവൻ എന്ന അർത്ഥത്തിലാണ് വാമനഃ. 153 പ്രാംശുഹു. പ്രാംശുഹു എന്നാൽ വാമനൻ എന്നതിൻ്റെ നേരെ വിപരീതം, ഏറ്റവും നീളമുള്ള, ഏറ്റവും ഉയരമുള്ളവൻ എന്നർത്ഥം. ഇതേ വാമന അവതാരത്തിൽ മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് അളന്നെടുക്കാൻ വേണ്ടി തുനിയുന്ന സമയത്ത് ഭഗവാൻ ബ്രഹ്മാണ്ടത്തോളം, വിശ്വത്തോളം വളർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രാംശുഹു, ഏറ്റവും ഉയരമുള്ള വലിയ ശരീരം ഉള്ളവനായി തീർന്നവൻ എന്ന അർത്ഥത്തിലാണ് പ്രാംശുഹു എന്ന നാമം. 154 അമോഘഃ, ഇതേ നാമം മുൻപ് വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ അർത്ഥം തന്നെ ഭജിക്കുന്നവരുടെ പ്രാർത്ഥനകളെ വിഫലമാക്കാത്തവൻ എന്ന അർത്ഥത്തിലാണ്. ഇവിടെ പറയുന്നത് നിഷ്ഫലമായ ഒരു പ്രവൃത്തിയും ചെയ്യാത്തവൻ, തൻ്റെ പ്രവൃത്തികൾക്ക് എല്ലാറ്റിനും ഓരോ കാരണം ഉണ്ടാകും, അങ്ങനെ ഉണ്ടാക്കുന്നവൻ, എല്ലാറ്റിനും വ്യക്തമായ ആസൂത്രണം ഉള്ളവൻ എന്നർത്ഥം. നമുക്ക് ഭാഗവത കഥകളൊക്കെ വായിച്ചാൽ അറിയാം, എല്ലാ കഥകൾക്ക് പിന്നിലും ഒരു കാരണമുണ്ട്. ഒരു ശാപത്തിന് പിന്നിൽ പോലും പിന്നീട് അതൊരു അനുഗ്രഹമായി തീരാറുണ്ട്. ഇതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് പറയാവുന്ന ഒന്നാണ് ജയവിജയന്മാരുടെ ശാപകഥ. അത് വളരെ യാദൃശ്ചികമാണ് എന്ന് തോന്നും. സനകാദികൾ വൈകുണ്ഠത്തിലേക്ക് വരുന്നതും ജയവിജയന്മാർ അവരെ തടയുന്നതും അങ്ങനെ ശാപഗ്രസ്തരാവുന്നതും ഒക്കെ. പക്ഷേ ഈ ശാപമാണ് പിന്നീട് ഭഗവാന്റെ 4 അവതാരങ്ങൾക്ക് കാരണമായി തീർന്നത്. ഈ ജയവിജയന്മാർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിച്ച സമയത്ത് വരാഹമൂർത്തിയും നരസിംഹമൂർത്തിയുമായിട്ട് ഭഗവാൻ അവതരിച്ച് അവരെ കൊന്നു. അടുത്ത അവരുടെ ജന്മം രാവണനും കുംഭകർണനുമായിട്ട് വന്നപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രനായി വന്ന് അവരെ വധിച്ചു. ഇനി 3ാമത്തെ അവരുടെ അവതാരത്തിൽ ശിശുപാലനും ദന്തവക്ത്രനുമായി തീർന്ന ആ സമയത്ത് ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ അവരെ വധിച്ചിട്ട് അവർക്ക് തിരിച്ച് ആ വിഷ്ണു പാർഷദന്മാർ എന്ന സ്ഥാനത്തെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഭഗവാന് ഇങ്ങനെ ഒരു അവതാരം എടുക്കാനായിട്ട് ഭഗവാനായിട്ട് ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥ പോലെയായിരുന്നു ആ ജയവിജയ ശാപം. ഇങ്ങനെ താൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നിഷ്ഫലമാക്കാത്തവൻ എന്ന അർത്ഥത്തിൽ അമോഘഃ. 155 ശുചിഹി, തന്നെ സ്മരിക്കുന്നവർക്കും പൂജിക്കുന്നവർക്കും പരിശുദ്ധിയെ കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. സ്വയം പരിശുദ്ധനാണ്, അത് തന്നെ ഭജിക്കുന്നവരുടെ മനസ്സിനെയും ഭഗവാൻ എല്ലാ മാലിന്യങ്ങളെയും എടുത്തു കളഞ്ഞിട്ട്, അത് നമ്മൾ അങ്ങനെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഭക്തി നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും തോറും നമ്മുടെ ഉള്ളിലെ കളങ്കമൊക്കെ ഇല്ലാതെയാകുന്നു, അങ്ങനെ തനിയെ ശുദ്ധി വരുന്നു. അതാണ് ഭഗവാൻ ശുചിഹി. 156 ഊർജിതഃ,
ഒരു ഊർജസ്വരൂപൻ, ഊർജസ്വലത, വളരെയധികം ബലവത്തായിട്ട് ഏത് കാര്യത്തിനും ഒരു ഊർജമുള്ളവൻ എന്ന അർത്ഥമാണ് ഊർജിതഃ. 157 അതീന്ദ്രഃ. അപ്പോൾ ഇവിടെ ഇന്ദ്രനേക്കാളും ശ്രേഷ്ഠനായവൻ. ഇവിടെ ഇന്ദ്രനുമായിട്ട് ഒരു ഉപമിച്ച് പറയാൻ കാരണം, സാധാരണഗതിയിൽ ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു ലക്ഷ്യസ്ഥാനമായി കാണുന്നത് സ്വർഗപ്രാപ്തിയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ ദേവനാണ്, അധിദേവനാണ് ഇന്ദ്രൻ. എന്നാൽ ആത്മസാക്ഷാത്കാരം എന്നത് സാധാരണക്കാർക്കും അപ്രാപ്യമല്ല എന്ന് നമുക്ക് ഭഗവത്ഗീത പോലെയുള്ള ആ ഒരു ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരികയാണ്. വേണമെന്ന് വെച്ചാൽ അത് സാധ്യമാണ്. ഇനി ആ ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ പോലും അതിനുള്ളൊരു വഴിയുണ്ട്. എന്നാൽ ഇത് അറിയാത്തവർക്ക് അപ്പോഴും സ്വർഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം എന്നാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ദ്രൻ്റെ ആ ഒരു സ്ഥാനത്തെത്തുക അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ ലോകത്തിലെത്തുക എന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ഭഗവാൻ അവരോട് പറയുകയാണ്, അതിലും ശ്രേഷ്ഠമാണ് എൻ്റെ ആ പദം, അതിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് എന്ന് കാണിക്കാനാണ് അതീന്ദ്രഃ. ഇന്ദ്രനേക്കാളും എന്തുകൊണ്ടും ശ്രേഷ്ഠമായ സ്ഥാനമാണ് ആ വൈകുണ്ഠം അഥവാ അതിനുമപ്പുറം പരമമായ പദം, അത് ഉള്ളവൻ എന്നർത്ഥത്തിൽ അതീന്ദ്രഃ. ഇനി 158 സംഗ്രഹഃ. എല്ലാറ്റിനെയും തന്നിലേക്ക് സംഗ്രഹിച്ചു വെക്കുന്നവൻ, പ്രളയകാലത്തിൽ എല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സംഗ്രഹഃ. 159 സർഗഃ. സർഗം എന്നാൽ സൃഷ്ടി, സൃഷ്ടിക്ക് കാരണഭൂതനായിട്ടുള്ളവൻ എന്നതിനാൽ സർഗഃ. 160 ധൃതാത്മാ. ജനന മരണാദികൾ ഇല്ലാത്തതുകൊണ്ട് എന്നും ഒരേ അവസ്ഥയിൽ ഒരേ ഒരു നിലയിൽ ഉറച്ചു നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ധൃത ആത്മാ. 161 നിയമഃ. എല്ലാവരെയും അവരവരുടേതായ ഒരു നിലയ്ക്ക് എങ്ങനെ വേണം എന്ന രീതിയിൽ അവിടെ നിയമിച്ച് നിർത്തുന്നവൻ എന്ന അർത്ഥം. ചില ആളുകൾ എന്നും ഒരേ നിലയിൽ, ഇപ്പോൾ ദാരിദ്ര്യമാണെങ്കിൽ അത് തന്നെ, കാരണം അത് അവരുടെ ഒരു കർമ്മഫലമായിട്ട് കിട്ടുകയാണ്. അങ്ങനെ ആവണമെന്ന് ആര് തീരുമാനിച്ചു? അത് ആ ഭഗവാൻ അങ്ങനെ നിയമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാറ്റിനും എല്ലാവരെയും നിയമിക്കുന്നതിന് ഭഗവാൻ ഓരോ കാരണമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, ഭഗവാന്റെ എല്ലാ പ്രവൃത്തികൾക്കും ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ആര് എവിടെ നിൽക്കുന്നുവോ അതിന് ഒരു കാരണമുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചേ തീരൂ. അതാണ് നിയമഃ. എല്ലാവരെയും അവരവർക്ക് അർഹതപ്പെട്ട സ്ഥാനത്ത് നിയമിക്കുന്നു. 162 യമഃ. യമം എന്നാൽ നിയന്ത്രിക്കുക എന്ന് അർത്ഥമുണ്ട്. ഒന്ന്, തൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് തനിക്ക് അധീനനാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ഇനി ഈ ലോകത്ത് അധാർമിക പ്രവൃത്തികൾ അധികമൊന്നും കൂടാതെ ഒട്ടും സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഭഗവാൻ അവതാരമെടുക്കുന്നത്. അങ്ങനെ അവിടെയും ഒരു നിയന്ത്രണം വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ യമഃ. ഇനി 163 വേദ്യഃ. അറിയപ്പെടേണ്ടവൻ എന്ന അർത്ഥം. ഈ ലോകത്ത് പല അറിവുകളുണ്ട്, പക്ഷേ ഏതൊരു അറിവിനെ കൊണ്ടും നമുക്ക് നമ്മുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കാൻ സാധ്യമല്ല. എന്നാൽ ഏതൊന്നിനെ അറിഞ്ഞാൽ ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ലയോ, ആ അറിവാണ് ഭഗവാൻ. അതിനാൽ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ഭഗവാനെയാണ്. അങ്ങനെ വേദ്യനായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വേദ്യഃ. 164 വൈദ്യഃ. ഭഗവാൻ എല്ലാം അറിയുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ വൈദ്യഃ. എല്ലാ വിദ്യകളെയും അറിയുന്നവൻ. 165 സദാ യോഗി. ഇവിടെ യോഗം എന്നതുകൊണ്ട് പ്രത്യക്ഷനാണ്. എങ്ങനെയുള്ളവർക്ക്?
ഭഗവാനെ കാണണമെന്ന് അതിതീവ്രമായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ പ്രത്യക്ഷനായിട്ടുണ്ട്. ഇനി ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വില്വമംഗലം സ്വാമിയാർക്ക് എപ്പോൾ വേണമെങ്കിലും ഭഗവാനെ കാണാമായിരുന്നു. പൂന്താനം, കുറൂറമ്മ, ഭട്ടതിരി ഇവരൊക്കെ കണ്ടിട്ടുണ്ട് ഭഗവാനെ. അപ്പോൾ ഭഗവാൻ ആഗ്രഹിക്കുന്നവർക്ക് സദാ യോഗിയാണ്, കൂടെ വരും, അല്ലെങ്കിൽ നമുക്ക് കാണാം, അനുഭവിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹം എത്രത്തോളം ശക്തമാണോ ഒപ്പം നമ്മുടെ പുണ്യവും അതിനനുസരിച്ച് കൂടുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാൻ നമുക്ക് പ്രത്യക്ഷനാകും എന്നാണ് പറയുന്നത്. അതാണ് സദാ യോഗി. 166 വീരഹ, വീരന്മാരെ ഹനിക്കുന്നവൻ. ഇവിടെ വീരന്മാർ എന്നതുകൊണ്ട് ദുഷ്ടന്മാരായിട്ടുള്ള വീരന്മാർ, വീരശൂര പരാക്രമികളായിരിക്കും, പക്ഷേ അവർ അധാർമിക പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ള വീരന്മാരെ, ധർമ്മത്തെ രക്ഷിപ്പാനായിട്ട് വീരന്മാരെ ഹനിച്ചവൻ എന്ന അർത്ഥത്തിൽ വീരഹ. 167 മാധവഹ. ഇവിടെ മാധവഹ എന്നതിന് മാ എന്നതിന് വിദ്യ എന്ന അർത്ഥം, ധവഹ എന്നാൽ അതിൻ്റെ ഒരു അടിസ്ഥാനം, നിധാനം എന്നൊക്കെ അർത്ഥം. അപ്പോൾ വിദ്യയുടെ ദേവൻ അല്ലെങ്കിൽ ഈശൻ ആയിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ അതാണ് മാധവഹ എന്നതിന് അർത്ഥം. മുൻപ് ലക്ഷ്മി ദേവിയുടെ ധവൻ, ഭർത്താവ് എന്ന അർത്ഥത്തിൽ മാധവഹ എന്ന പേര് വന്നിട്ടുണ്ട്. 168 മധുഹു. മധു എന്നാൽ അമൃതം. അമൃതത്തെ പോലെ നമുക്ക് അത്യന്ത സന്തോഷത്തെ ഉണ്ടാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മധുഹു. 169 അതീന്ദ്രിയ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അറിയാൻ സാധിക്കാത്തവൻ, ശബ്ദാദികൾ ഇല്ലായികയാൽ. ഭഗവാന്റെ ശബ്ദം എന്നത് പരാശബ്ദമാണ്, അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കേൾക്കാൻ സാധ്യമല്ല. അങ്ങനെ ഏത് ഇന്ദ്രിയത്തിനും ഒരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഗ്രഹിക്കാൻ സാധിക്കില്ല എന്നതിനാൽ അതീന്ദ്രിയ. 170 മഹാമായ. ഭഗവാൻ എതിരിട്ട എല്ലാ അസുരന്മാരും രാക്ഷസന്മാരുമൊക്കെ വലിയ മായാവികളായിരുന്നു. എന്നാൽ ആ മായാവികളെ പോലും തൻ്റെ മായയാൽ മോഹിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ ഭഗവാൻ മഹാമായ. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, മമ മായ ദുരത്യയ, എൻ്റെ മായയെ അത്ര പെട്ടെന്നൊന്നും മറികടക്കാൻ സാധ്യമല്ല. അങ്ങനെ മറികടക്കാൻ സാധ്യമല്ലാത്ത മഹാമായയോടു കൂടിയവൻ മഹാമായ. 171 മഹോത്സാഹ. ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മത്തിൽ വളരെയധികം ഉത്സാഹത്തോടു കൂടിയവൻ. ഒരിക്കലും തളരാതെ അത് നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അത് ഒരു മടുപ്പ് പിടിക്കാത്ത പോലെ, അതാണ് ഉത്സാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഊർജ്ജസ്വലനായിട്ട് ആ കർമ്മത്തിൽ എന്നും ഏർപ്പെട്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മഹോത്സാഹ. 172 മഹാബലഹ. ബലവാന്മാരിൽ വെച്ച് അത്യധികമായ ബലമുള്ളവൻ എന്ന അർത്ഥത്തിൽ മഹാബലഹ. ഹരിഹി ഓം.